നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ഇന്ന് ചങ്കമ്പുഴ കൃഷ്ണപിള്ള അവരുടെ ചരമവാർഷിക ദിനമാണ്. 48 അദ്ദേഹം മരിച്ചത്. ഞാനന്ന് ജനിച്ചിട്ട് പോലുമില്ല. ഞാനൊരു തമാശയുടെ കാര്യം പറഞ്ഞ് നിങ്ങളുടെ ഗൗരവം മനസ്സിലാവുമ്പോൾ, ഇപ്പോൾ ഞാൻ എക്ക് പഠിക്കാം. സാധാരണ പോസ്റ്റ് ഗ്രാജുവേഷൻ MA ആണ് ഒരു ഉയർന്ന ഡിഗ്രി. ആ MAക്ക് പഠിക്കുമ്പോൾ ഞാൻ എഴുതിയ ഒരു പുസ്തകം ബേബി ക്ലാസ്, അതായത് നമ്മുടെ നഴ്സറി ക്ലാസ്സിൽ പാഠ്യവിഷയമാണെങ്കിൽ നമുക്ക് എന്തുമാത്രം അഭിമാനവും അന്തസ്സും സന്തോഷവും ഉണ്ടാവും. ശ്രദ്ധിക്കുക, നാം പഠിക്കുന്നത് MAക്കാണ്, പോസ്റ്റ് ഗ്രാജുവേഷൻ. പക്ഷേ ഞാൻ എഴുതിയൊരു പുസ്തകം ബേബി ക്ലാസ് അല്ലെങ്കിൽ നഴ്സറി സ്കൂളിൽ സിലബസിലുണ്ട്. എന്തൊരു മഹത്വം! അത് ചങ്ങമ്പുഴയോ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ തെറ്റിന് തിരുത്താട്ടോ, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതി ഇൻ്റർമീഡിയറ്റ് പ്രീ യൂണിവേഴ്സിറ്റിക്ക് മുമ്പാണ് ഇൻ്റർമീഡിയറ്റ് എൻ്റെ ഓർമ്മ. ഇൻ്റർമീഡിയറ്റിൽ സിലബസ് പാഠപദ്ധതിയിലുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ കൃതി അതിന് മുകളിൽ പഠിക്കുന്ന സിലബസിലുണ്ടെന്ന് പറയുമ്പോൾ അതെന്തുമാത്രം മഹത്വം! അത്രയും മഹാനായിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹം ജനങ്ങളുടെ ശ്രദ്ധ കൊണ്ടും അദ്ദേഹത്തിൻ്റെ അല്പമൊക്കെ അശ്രദ്ധ കൊണ്ടും ക്ഷയരോഗം പിടിച്ച് അകാലത്തിൽ മരിച്ചുപോയി. ദുഃഖത്തോടെ പറയണം. മറ്റൊന്ന്, ഇന്നിപ്പോൾ പിണറായി വിജയൻ അവരുടെ മകള് ഈയിടെ ചോദ്യത്തിന് വിധേയമായിട്ട് വന്ന് അറ്റൻഡ് ചെയ്തു. അന്ന് കാര്യം മുഖ്യമന്ത്രിയാണ്, കോടികൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് മുഖ്യമന്ത്രി, പാർട്ടിയുടെ സെക്രട്ടറിയായിട്ട് വർഷങ്ങളുടെ, അതൊക്കെ ശരി തന്നെ. അദ്ദേഹത്തിൻ്റെ മകള് ആ ED എടുത്ത് വന്നപ്പോൾ ബ്രാൻഡ് ന്യൂ കാറ്, 10-40 ലക്ഷം വിലയുള്ള ബ്രാൻഡ് ന്യൂ കാർ ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്ന നേരെ EDയിലേക്ക് പോകണം. മറിച്ച് ഒരു ടാക്സി കാറിൽ ചെന്നിരുന്നെങ്കിൽ ജനങ്ങൾക്ക് എന്തുമാത്രം ബാധിപ്പും സ്നേഹവും തോന്നും. അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ കാമരാജ് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായിരുന്നു സാർ. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, 10ാം ക്ലാസ് താഴെ വിദ്യാഭ്യാസമുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രധാനമന്ത്രി ആകാതെ ഹിന്ദിയോ ഇംഗ്ലീഷോ ഇൻഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പഠിക്കും. എഴുതാൻ പഠിക്കേണ്ട, വായിക്കാനും പഠിക്കണ്ട, സംസാരിക്കണം. എഴുതാനും വായിക്കാനൊക്കെ ആൾക്കാർ വേറെ ഉണ്ടല്ല, ഇത് സംസാരിക്കാൻ സ്വന്തം വേണം. അതില്ലാത്ത അദ്ദേഹം പ്രധാനമന്ത്രിയല്ല, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആകേണ്ട ആളാണ്. അദ്ദേഹം നെഹ്റു കൂടി തമിഴ്നാട്ടിൽ സന്ദർശിക്കാൻ വന്നപ്പോഴേ അമ്മയെ കാണുന്നു പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ അമ്മയെ. അപ്പോൾ പോകുന്ന വഴിയിൽ കാർ നിർത്തി കാണിച്ച് ഒരു 10-100 മീറ്റർ അപ്പുറത്ത് പാടത്തിനടുത്തുള്ള പൈപ്പിൽ നിന്ന് വെള്ളം ചാമ്പി എടുക്കണം. വിളിച്ച്, എന്താ കുമാരൻ, എന്താ മോനെ, ഇതാണ് അമ്മയെ നമ്മുടെ പ്രധാനമന്ത്രി നെഹ്റു, മുഖ്യമന്ത്രി അമ്മയെ അങ്ങനെ പരിചയപ്പെടുത്തി. ഒന്ന് ആലോചിച്ച് നോക്കി. തന്നെയുമല്ല, അത് വ്യക്തിപരമായിട്ട് ഇനി സമൂഹത്തിൽ ഇടപെട്ടാലോ. അന്ന് ഭയങ്കര ക്ഷാമം വന്ന് തുണിക്ക്. അപ്പോൾ 10 തറി ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ ഓർഡർ കൊടുത്ത്. അപ്പോൾ 10 എടുക്കും, ഒരെണ്ണം ഫ്രീ ആണ്, കമ്മീഷനാണ്. ഒരെണ്ണം ഫ്രീ അല്ല, കമ്മീഷനാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ അതും കൂടി ഫ്രീ ആയിട്ട് കൊടുത്തോ, 11 എത്തിക്കോട്ടെ. അങ്ങനെ ചെയ്ത ആളാണ് നമ്മുടെ മുഖ്യമന്ത്രിയോ. ഇദ്ദേഹം മാത്രമല്ല, ഒരാൾ പിണറായി വിജയൻ മാത്രമല്ല, മൊത്തത്തിൽ സാധാരണക്കാരെ വോട്ടെല്ലാം വാങ്ങി UDFിൻ്റെ വോട്ട് മാറ്റി കള്ളന്മാർ ജയിച്ചു വന്നതിന് ശേഷം നമ്മുടെ ഈ മോൻസി ജോസഫ്, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ആളാണോ മോൻസി ജോസഫ് അല്ലേ? അതെ. അദ്ദേഹം വെള്ളാപ്പള്ളി കാണാൻ പോയി അനുഗ്രഹം വാങ്ങിക്കാനും പൊന്നാടി എണീക്കാനും. ആരോടോ നിങ്ങളുടെ UDF ഭരണത്തിന് മുമ്പിൽ വെള്ളാപ്പള്ളി ആരോടോ? നിങ്ങൾ പാർട്ടിയിലേക്ക് വ്യക്തമായിട്ട് വെള്ളാപ്പള്ളി ഹഗ്ഗോജുവാറിൻ്റെ അടുത്തോ അമ്പലം ഇവിടെ പോയി നിങ്ങൾ മന്ത്രിയായിട്ട് പോകുമ്പോൾ പബ്ലിക്കിൻ്റെ ആളാണ് മന്ത്രി. അന്ന് ബിന്ദു പേര് പോലും ഓർക്കുന്നില്ല. ബിന്ദു പോയില്ലേ, ഇപ്പം ചൂട് പായസം മുഖത്ത് ഒഴിച്ചില്ലേ. യൂത്ത് കോൺഗ്രസിനെ സമ്മതിക്കും കേട്ടോ, എനിക്ക് അഭിമാനമുണ്ട്. കാരണം കഷ്ടപ്പെട്ട് ജയിച്ച് മന്ത്രിയായിരുന്നു, കുഴപ്പമില്ലെന്നേ. പക്ഷെ അവർ ചെയ്യേണ്ടത് വെള്ളപ്പെടുത്ത് പോയി അനുഗ്രഹം വാങ്ങിക്കല വേണ്ടേ? അങ്ങനെയാണെങ്കിൽ അവർ ഇലക്ഷൻ പോയി വാങ്ങിക്കണം. ഇലക്ഷൻ പോയിരുന്നെങ്കിൽ പിന്നെ അവർ അസംബ്ലി കാണുമായിരുന്നോ? ഇപ്പോഴത്തെ മയറും മഹാൻ, ഇനി ഈ മഹാന്മാരൊക്കെ ചെല്ലും അവസാനം ഒലക്ക് വീണ് ചത്ത കോടി ചാറ് കൂട്ടാം, ഇടയ്ക്കിടയ്ക്ക് കഷ്ടം കൊടുത്ത് പണ്ടാരും മൊല്ലൊക്കെ പറഞ്ഞ പോലെ. ഇനി ഈ മഹാന്മാർ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇപ്പം അകന്ന് നിൽക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെ വെള്ളാപ്പള്ളി അനുഗ്രഹം വാങ്ങിക്കാനും പോവും, വെള്ളാപ്പള്ളി കൂടെ കൊണ്ടെടുക്കുകയും ചെയ്യും.
പിണറായി വിജയൻ എന്ത് ചെയ്തോ അതിനേക്കാൾ കൂടുതലായിട്ട് അവരുടെ അടുപ്പം കാണിക്കും. കള്ളന്മാരാണെല്ലാം, അല്ല നാട് നന്നാക്കാനല്ല. PMC പദ്ധതി പിണറായി വിജയൻ നടപ്പാക്കാൻ ശ്രമിച്ചു പറഞ്ഞിട്ട് എന്തോ ഒരു കോലാലം ഉണ്ടെങ്കിൽ ഈ പച്ചക്കൊടി ലീഗാർ ഉൾപ്പെടെ ഇപ്പോൾ അത് നടപ്പാക്കുമെന്ന് പറയല്ലേ. എന്താണോ നിങ്ങൾക്ക് മാന്യത ഉത്തരവാദിത്തമുള്ളത്? എങ്ങനെയും അധികാരത്തിൽ കയറണം, ഭരണം കിട്ടണം, അല്ല വേറൊരു ലക്ഷ്യമില്ല. ഇപ്പം ജമാഅത്ത് ഇസ്ലാമി അല്ലാത്ത SDP ഒരു സമയത്ത് LDFിൻ്റെ കൂടെ എതിർത്തു, RSS ആയിട്ട് ഇപ്പം UDFിൻ്റെ കൂടെ നിൽക്കുന്നു. ഇവിടെ നിങ്ങൾ എതിർത്തിട്ട് കാര്യമില്ല. ഇവിടെ RSS എന്ന് പറയുന്നത് അതൊരു യാഥാർത്ഥ്യമായി ഇന്ത്യയിൽ. അത് നിങ്ങൾക്ക് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ചന്ദ്രൻ ഉദിച്ചു വരുമ്പോൾ പട്ടി കോച്ചു ചന്ദ്രൻ ഉദിക്കാതിരിക്കുമോ? അപ്പം നിങ്ങൾ കൊഞ്ഞം കാണിച്ചത് അത് ഇല്ലാതാവില്ല. നിങ്ങൾക്കൊരു അവസരം വന്നിട്ടുണ്ട്, അതിന് വേണമെങ്കിൽ ശ്രമിക്കുക. അത് മാതൃക കാണിച്ചത് ഇപ്പോഴത്തെ ഗാർഗയുടെ മകൻ പ്രിയങ്ക ഗാർഗെ, കർണാടകയിൽ മന്ത്രി, സംഘപരിവാറിന് രജിസ്ട്രേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് കണക്കുകൾ ഹാജരാക്കാൻ പറഞ്ഞുകൊണ്ട് കത്തയച്ചിട്ട് ഇതിന് മറുപടി കൊടുത്തില്ല. അത് വലിയൊരു ഇഷ്യൂ ആണിത്. അത് RSSനെ എതിർക്കാൻ വേണ്ടിയല്ല പറയുന്നത്. ഇനി രാജ്യം ഭരിക്കുന്ന കക്ഷിയോ പിന്നെ RSSനെ എതിർക്കുമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമല്ലേ? ആദർശപരമായിട്ട് ആശയപരമായിട്ട് എതിർക്കാൻ കുഴപ്പമില്ല, അല്ല ശാരീരികമായിട്ട് എതിർക്കാലോ ആട്ടെ. ഇപ്പം നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം ഗാർഗ് എന്താണ് ചോദിച്ചു അത് നിങ്ങൾ അനുവർത്തിക്കും. അത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ RSS വിരുദ്ധ മുന്നണിയാണല്ലോ കേരളത്തിലെ UDF. ആ UDFിന് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം പറയണം. ഞാൻ പരസ്യമായിട്ട് ചോദിക്കുകയാണ് നമ്മുടെ CM ശ്രീമൻ സതീശൻ അവர்களോട്, കർണാടകയിലെ മന്ത്രി പ്രിയങ്ക ഗാർഗെ എടുത്ത നിലപാടിനെ കുറിച്ച് എന്താണ് അങ്ങേക്ക്? അനുകൂലമാണോ പ്രതികൂലമാണോ? കർണാടകയിൽ 4000 ശാഖകളുള്ളൂ. കേരളത്തിൽ ഇപ്പോൾ 5000 കഴിഞ്ഞ് 7000 ഇപ്പോൾ ഈ ഭരണത്തിൽ 7000 ശാഖകളുള്ള RSSനെ കുറിച്ച് അവർക്ക് നിയമാവലി, ഭരണഘടന, അതായത് നിയമാവലി, രജിസ്ട്രേഷൻ, ലെറ്റർ പാഡ്, കണക്ക് ബുക്ക് എല്ലാം. ഇപ്പോൾ വിദേശത്ത് നിന്ന് ഫണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ കണക്ക് ഹാജരാക്കാൻ പറ്റിയ പുതിയ നിയമമൊക്കെ ഉണ്ടാക്കി, ഉള്ള നിയമം ഒന്നുകൂടി പരിഷ്കരിച്ചല്ലോ. ഇവിടെ രജിസ്ട്രേഷൻ പോയില്ലാത്തൊരു സംഘടന എങ്ങനെ കണക്ക് കാണിക്കും? അവർ പ്രാഥമിക ചെലവുകൾക്ക് എവിടുന്ന് ഫണ്ട് വരുന്നു, ആര് കൊടുക്കുന്നു, എങ്ങനെ കണക്ക് ഉൾക്കൊള്ളുന്നു? ഒരു ലെറ്റർ പാടില്ല, ഒരു കണക്കില്ല, ഒരു വരികൾ കണക്കില്ല, ഒരു രജിസ്ട്രേഷനിൽ ഒന്നുമില്ല. അങ്ങനെയാണ് ലോകത്ത് ഏറ്റവും വലിയ സാംസ്കാരിക സംഘടന എന്ന് പറയുന്ന RSSന് രജിസ്ട്രേഷൻ ഇല്ലാത്ത സംഘടന എങ്ങനെ ടാക്സ് കൊടുക്കും സർക്കാർ? എങ്ങനെ വൗച്ചർ കൊടുക്കും? എങ്ങനെ കണക്ക് കാണിക്കും? ഇവിടെ ഇത് ഇത്രയും കാലം ചെയ്ത് ഈ സതീശൻ്റെ ആൾക്കാർ കോൺഗ്രസ്സുകാരാണ് ഈ തെമ്മാടത്തിന് കാണിച്ചത്. BJP ഒരു 12 വർഷമായിട്ടുള്ളൂ. അതിലും വാജ്പേയി 5 കൊല്ലം 17 കൂട്ടിക്കോ, ബാക്കി 10-75 കൊല്ലം ഉണ്ടായില്ലോ. അത് കോൺഗ്രസ്സിലെ ജനതാദൾ കുറച്ചിലുള്ളൂ. നിങ്ങളതിനെക്കുറിച്ച് മിണ്ടിയോ? കാരണം കോൺഗ്രസ്സിലെ അന്നത്തെയും ഇന്നത്തെയും നല്ലൊരു ശതമാനം നേതാക്കൾ RSS അനുഭാവികളും RSSകാർ തന്നെയാണ്. പകൽ കോൺഗ്രസ്, ആന്റണി പറഞ്ഞു പകൽ കോൺഗ്രസ്, രാത്രി RSS ആണ്. ഇപ്പോഴും അനുഭവിക്കുകയാണ്. അവർ മിണ്ടിയില്ല. അത് അങ്ങോട്ട് സംഘടന, അതായത് മുസ്ലിം സമുദായത്തെ പിന്നോക്കത്തിൽ ന്യൂനപക്ഷങ്ങളൊക്കെ ആക്രമിക്കാൻ എതിർക്കാനും കോൺഗ്രസ് പറ്റാത്ത വരുന്ന വിഷയം വരുമ്പോൾ നേരെ RSSന് വ്യക്തം. ഞാൻ ഉദാഹരണം പറഞ്ഞു തരാം. കോൺഗ്രസ് മണ്ടന്മാരെങ്കിലും മനസ്സിലാക്കി. കോൺഗ്രസ് മുസ്ലിങ്ങളെ ആന്ധ്രാപ്രദേശിൽ 5% റിസർവേഷൻ വെച്ചു മുസ്ലിങ്ങൾക്ക്. ഇത് വിറ്റേന്ന് RSSന്റെ കൂടെ സമയം ജീവിച്ചു, അത് എടുത്തു കളഞ്ഞു. ഇതല്ല ഒരു രമേശ് ചെന്നിത്തലയ്ക്ക് പത്തനംതിട്ടക്കാരൻ ഒരു മുസ്ലിം പയ്യനെ ആക്കി അപ്പം തന്നെ ന്യൂസ് വന്നു, ഇയാൾ കള്ളക്കടത്തിന് 2 കിലോ കഞ്ചാവ് കേസിൽ പെട്ടാന്ന് പറയും, മാറ്റിക്കളഞ്ഞു. അത് കൊടുക്കും, അതുപോലെ തന്നെ എടുത്ത് കളയുകയും ചെയ്യും. ഇതൊക്കെ തന്ത്രമാണ്. യൂത്ത് കോൺഗ്രസ് ദേശീയ നേതാവായിട്ട് ഒരു മുസ്ലിമിനെ വെച്ചിടൊക്കെ ഇന്ത്യയിൽ ഒരാഴ്ചക്കുള്ള അയാൾ പെണ്ണ് കേസിപ്പെടുത്തി രാജിവെപ്പിച്ചത്. അതിനുമുമ്പ് എത്രയോ പെണ്ണ് കേസ് നടത്തുന്നുണ്ട്, അത് ശേഷം നടക്കുന്നുണ്ട്, ആരും രാജിവെക്കണമല്ലോ. ഇസ്ലാർ അൻസാരി കർണാടകയിലെ പിന്നെ UPയിൽ അദ്ദേഹത്തിൻ്റെ അത് പരിസ്ഥിതി സഹവകുപ്പ് മന്ത്രിയാണ്, സഹമന്ത്രിയാണ് രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയിൽ. ഒരു 16 വയസ്സുകാരി പെണ്ണ് അദ്ദേഹത്തെ മന്ത്രിയുടെ ക്യാബിൽ കയറി പോയി അരമണിക്കൂർ പെണ്ണ് നിലവിളിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത്, കഴിഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നത്. കേസായി ഒന്നായി. ആ 10-90 വയസ്സ് 95 വയസ്സുള്ള ആൾ ബലാത്സംഗം ചെയ്തുകൊണ്ട് കേസ് നടത്തി നാറ്റിച്ച് കളിച്ച് അദ്ദേഹം ആദ്യം കയറി മരിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഇലക്ഷൻ മത്സരത്തിലേക്ക് കേസ് പിൻവലിക്കാന്ന് പറഞ്ഞു. അതാ വയസ്സായാലും മരിച്ചു വയ്ക്കലും 95 വയസ്സായാലും കുഴിയിൽ കാല് കിട്ടിയാലും അധികാരം വേണമെന്നുള്ളത്. ഞാൻ മത്സരിക്കുമെന്ന് പറഞ്ഞ് തോറ്റും പോയി, നാണം കെട്ട് മരിച്ചും പോയി, കേസുമില്ല. ഇതാണ് അവസ്ഥ. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ കയറുമ്പോൾ പിന്നെ കോക്രോഡൈൽസ് അല്ലെങ്കിൽ കോക്രോച്ച്
കോക്രോച്ച് ഇപ്പോൾ 20-ാം തീയതി ഡൽഹിയിൽ വീണ്ടും എന്തോ പരിപാടിയൊക്കെ ഉണ്ട്, നടക്കുന്നുണ്ട്, കുറേശ്ശൊക്കെ ഉണ്ട്. എഴുന്നപ്പോൾ രാജസ്ഥാനിലെ ജയ്പൂരിൽ വെച്ച് ആക്രമിച്ചു, അതിന് പകരം ആൾക്കാർ കൂടി, അങ്ങനെ മുന്നോട്ട് പോകണം. അത് പാറ്റാണ് ഞങ്ങൾ പറയുന്നത്. ഞാൻ ഉറുമ്പിനെ കുറിച്ചാണ്. ഉറുമ്പ് ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൃഗം. ആനയെ പോലും ഭയന്ന് നിൽക്കുന്ന ഉറുമ്പിനെ പിടിച്ച. കാരണം ആന തുമ്പി ചുരുട്ടി കിടക്കുള്ളൂ, അതിനകത്ത് ഉറുമ്പ് കടിച്ച് ചത്തു എന്നാണ് പറയുന്നത്. നമുക്ക് അനുഭവമൊന്നുമില്ലല്ലോ. ആ ഉറുമ്പ് കാരണം 99.9% വോട്ട് മുസ്ലിങ്ങൾ കൊടുത്തിട്ട് ഈ കത്തോലിക്ക കോൺഗ്രസ് എന്ത് ചെയ്തുള്ള ചോദ്യമാണ് ഇത്. ഞാൻ മൊയ്തീൻ ഷാ ചോദിക്കുന്നില്ല. മൊയ്തീൻ ഷാക്ക് ഇതിലൊന്നും ഒരു കാര്യമില്ല. മൊയ്തീൻ ഷാ ഗ്രൂപ്പും ആൾക്കാരും പറയുന്നത് എൻ്റെ വായിൽ കൂടി ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നുള്ളൂ. ഓൺലി അനൗൺസർ മാത്രമാണ്. അല്ല, ഇത്രയും ആഘാതമായ അറിവ് പറയാനുള്ള പാണ്ഡിത്യം എനിക്കില്ല. അത്ര കണ്ട് മോസ്റ്റ് മോഡേൺ അഗാധമായി പാണ്ഡിത്യ വിജ്ഞാന കോശമൊക്കെയാണ് ഈ പറയുന്ന പല കാണലും. അതിൽ പറയാൻ മൊയ്തീൻ ഷാക്ക് എന്ത് കഴിവുണ്ട്? വെറും സാധാരണ മനുഷ്യൻ. പക്ഷേ എൻ്റെ വായിൽ കൂടി പറയുന്നു, അതിന് മാത്രം പടച്ചൊരു അനുഗ്രഹം അതിനുണ്ട്, വലിയ കുഴപ്പമില്ലാതെ. അതിനെപ്പോലൊന്നും പറ്റില്ലെങ്കിലും അത്യാവശ്യം പറയാനുള്ളൊരു സൗകര്യം അത് തന്നെ. അതുകൊണ്ട് പറയുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത് എൻ്റെ അല്ല, അവർ പറയുന്നതാണ്. 99.9% വോട്ട് മുസ്ലിം കൊടുത്തിട്ട് കോൺഗ്രസ് എന്ത് ചെയ്യുന്നു ചോദ്യമല്ലേ? ഇവിടെ 100 വോട്ടിൽ 30 വോട്ട് മുസ്ലിം കൊടുത്ത്, എന്നിട്ടും ആകെ കിട്ടി 43 വോട്ടാണ്. അപ്പോൾ 30 പോയിട്ട് എത്ര വോട്ടുണ്ട് ബാക്കി? 13 വോട്ടേ ഉള്ളൂ. അതിൽ 8 വോട്ട് പോയപ്പോൾ 5 വോട്ട് കമ്മ്യൂണിസ്റ്റ് അങ്ങനെ കിട്ടിയാണ്. എന്നിട്ട് മുസ്ലിങ്ങൾക്ക് എന്ത് ആവശ്യം കൊടുത്തില്ല എന്ന് പറയുന്നില്ല. ലീഗിനൊക്കെ ആയിട്ട് ഓരോ ന്യായമായ രീതിയിൽ കൊടുത്തിട്ടുണ്ട്, ആ പോരായ്മകൾ കിട്ടിയാലും. അപ്പോൾ അതുപോലെ വിറ്റ് കാശാക്കാണ് ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും. മുസ്ലിം വോട്ട് വാങ്ങിയിട്ട് RSSന് കൊടുത്ത് അവർ ആനുകൂല്യം പറ്റുന്നു. ഇപ്പോൾ പിന്നെ വിഴിഞ്ഞം തുറമുഖത്തെ കേസൊക്കെ ഇപ്പം ഇന്ന് പറയുന്നല്ലേ, എത്ര ലക്ഷം 40 കോടിയായിട്ട് കല്ല് കട്ടുപോയി കാണുന്നില്ല എന്ന്. എന്തിനാ അത് പറയുന്നത്? കരിക്കല്ല് റിസർവ് ബാങ്കിലേക്ക് നോട്ടടിച്ച് വന്നിട്ട് ആ സാധനം റിസർവ് ബാങ്കിൽ എത്തിയില്ല. 70 ലക്ഷം കോടി കണക്കാണ്, ഭയങ്കര കണക്കാണ്. ആ രൂപ അടിച്ച് റിസർവ് ബാങ്കിൽ നിന്ന് പുറത്തു പോയി. പക്ഷേ കമ്മട്ടറില്ലോ അടിക്കുന്ന പ്രസ്സിൽ നിന്ന് സാധനം പുറത്തേ പോയി, പക്ഷെ റിസർവ് ബാങ്കിൽ എത്തിയില്ല. ബോംബെയിൽ നിന്ന് ഒരാൾ എഴുതി ചോദിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെ വന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ എത്തിയില്ല എന്ന് പറഞ്ഞു. ഒരു ചോദ്യമില്ല, എത്ര കോടി ലക്ഷം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, സഖാക്കളെ, കമ്മ്യൂണിസ്റ്റുകാരെ, BJPക്കാരെ നിങ്ങളിപ്പോൾ സന്തോഷിക്കുന്നുണ്ട്. ഏത് കുറച്ച് സഖാക്കൾ ഒരു വിഭാഗം സന്തോഷിക്കുന്നത് പിണറായിക്കെതിരെ ആയതുകൊണ്ട്. കോൺഗ്രസ്സുകാരുണ്ട്, BJPക്കാരുണ്ട്. ആ പെണ്ണിനെ 1.8 കോടിയായിട്ട് ആകെ അവരുടെ പേരിൽ വന്നുള്ളൂ. അതിനെ പേരിൽ കാട്ടിക്കൂട്ട വിക്രികൾ എത്ര. അതേ സമയത്ത് ലക്ഷക്കണക്കിന് കോടി രൂപ നമ്മുടെ ബാങ്കിൽ നിന്ന് കട്ടെടുക്കുമ്പോൾ ലോൺ എടുത്തിട്ട് മുങ്ങിപ്പോയി എത്ര ആൾക്കാരുണ്ട്. എത്ര ലക്ഷം കോടി പിരിഞ്ഞ് കിട്ടാനുണ്ട്. അതിൻ്റെ മുമ്പിൽ ഇത് വല്ലതാണോ? ഇത് പിണറായി എന്നുള്ള എന്തൊക്കെ ഒരു കഴിവുള്ള പിന്നോക്കരായിരുന്നു. വെള്ളാപ്പള്ളി കുറച്ച് കഴിവുള്ള ആളായിരുന്നു. ആ വെള്ളാപ്പള്ളിയെയും തകർത്ത് കളഞ്ഞു ഈ മുന്നോക്ക സമുദായം, മുന്നോക്കത്തെ ചില ഗ്രൂപ്പുകൾ. അത് പിണറായി അതിന് 100 കോടി കൊടുത്തതിൽ 10-76 ലക്ഷം കോടി രൂപ ഇങ്ങനെ ആ ലാവ്ലിൻ കേസിൽ കൊടുത്ത് അതെന്തോ റോൾ ചെയ്ത് അങ്ങനെ അയാൾ തകർത്ത് കളിക്കും കഴിഞ്ഞ മതി. ഇപ്പം ആ കമ്മ്യൂണിസ്റ്റും തകർന്ന് പിണറായി തകർന്ന് മകളും പാവം 10-35 അല്ലെങ്കിൽ 37 വയസ്സുള്ള പെൺകുട്ടി. കാര്യം ഒരു ഉഷാറൊക്കെ ആയിട്ടാണ് വന്നത്, അപ്പൻ്റെ സപ്പോർട്ടിലോട്ടൊക്കെ വന്നെങ്കിലും എന്തൊരു നൂലാമല്ലി അത്. എന്തിനാണ് അതിൻ്റെ ആവശ്യം? അപ്പോൾ പിന്നോക്കൾ ദളിത് ന്യൂനപക്ഷം വന്ന 90% ജനങ്ങളെയും ഇവിടെ ഒതുക്കി ഭരിച്ച് നയിക്കാനുള്ള എല്ലാ ആസൂത്രണ പരിപാടി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുന്നോടിയാണ് ഈ വെള്ളാപ്പള്ളി കേസ്. നമുക്ക് വെള്ളാപ്പള്ളി സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അയാൾ ഇപ്പോൾ അവർ നിൽക്കക്കല്ലില്ലാതെയാണ് ആദ്യമായിട്ട് എന്തറിയോ കേസിൽ ഉൾപ്പെടുത്തും. കേസിൽ ഉൾപ്പെടുത്തി തെളിവ് തെളിവിക്കും, അത് കാണി ബ്ലാക്ക് മെയിൽ ചെയ്യും. അതാണ് എല്ലാം ചെയ്യുന്നത്. ലോകത്തിൻ്റെ ഇന്ത്യയിൽ മാത്രമല്ല ഇതിലുണ്ട്. അങ്ങനെ വെള്ളാപ്പള്ളി സച്ചിദാനന്ദ കേസ് അതിനൊക്കെ വന്ന് അങ്ങനെ ഒതുക്കി അവസാനം സംഘപരിവാർ വന്ന് പറഞ്ഞ് ഞങ്ങൾ സംരക്ഷണം തരാം, ഞങ്ങൾക്ക് ചെയ്യാണ്. അങ്ങനെയുള്ള സംരക്ഷണം കൊടുത്ത് അവർക്ക് വേണ്ടി ബാധിച്ചു. മകനെ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തു, നേർച്ച ചേർന്നു. ആൻ്റെ എങ്ങനെ നേർച്ചത്? ആൻ്റെ മകന് അകത്താകുന്നുണ്ട്. ഇപ്പോൾ ആൻ്റെ പറഞ്ഞ് ഈ വയസ്സായി എന്നെ എന്തിനാ ഞാൻ മകൻ തന്നേക്കും, മകൻ നേർച്ച ചേർത്ത്. ഇതൊക്കെ കണക്കുകളല്ല ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ആത്യന്തിക വശം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇതിൻ്റെ 90% വരുന്ന പിന്നോക്കത്തിൽ ന്യൂനപക്ഷങ്ങളുണ്ട്. അവരുടെ സ്വത്ത് മുഴുവൻ അവരിന്ന് അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ ഒതുക്കാൻ വേണ്ടിയുള്ള ഒരു സന്നാഹമാണ്. അതിൽ എല്ലാ ഈ സവർണ വിഭാഗത്തിൽപ്പെട്ട അധിക ഗ്രൂപ്പ് അതിൽ അനുകൂലമാണ്. അത് അവരെ കൂടി നിലനിൽപ്പിന് പ്രശ്നം. അതുകൊണ്ട് ഞാൻ അവർക്ക് കുറ്റം പറയില്ല അത്. അപ്പം അതുകൊണ്ട് SDPIക്കാരും ചെയ്താലും ജമാഅത്ത് ഇസ്ലാമി ചെയ്ത് ഇപ്പോൾ സതീഷ് കുറ്റമുണ്ട്. സതീഷിൻ്റെ ഇപ്പോൾ സംഘപരിവാറിന് അനുകൂലം നൽകുന്നു.
എടോ അല്ലാതെ സതീഷ് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യ ഭരിക്കുന്ന കേന്ദ്രത്തിലും എതിർത്തിലും എത്ര ആൾ നിൽക്കാൻ പറ്റും? അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനായാലും അങ്ങനെയൊക്കെ വരുള്ളൂ, നിങ്ങളായാലും അങ്ങനെയൊക്കെ വരും, പിണറായി ആയാലും അങ്ങനെയൊക്കെ വരും. ആ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ വിധേയമായിട്ടാണ് ഇതിനെയൊക്കെ വഴങ്ങുന്നത്. അത് നേരത്തെ നോക്കേണ്ടിരുന്നു, അങ്ങനെ വരാതെ നോക്കേണ്ടിരുന്നു. അറ്റ്ലീസ്റ്റ് ആ പെൺകുട്ടികൾ ഇപ്പോൾ എത്തരുത്. എന്തിനാ പിണറായി സഖാവ്? നിങ്ങൾക്ക് ശേഷം നിങ്ങൾ ലോകം നശിക്കുന്നു ആയിരിക്കും, നിങ്ങൾക്ക് ശേഷം ഈ പാർട്ടി വേണം. ഇപ്പം ഈ പാർട്ടി നശിപ്പിക്കാനുള്ള രീതിയല്ലേ. ഇന്ന് നിങ്ങളുടെ നികേഷ് എന്താ പറഞ്ഞറിയോ? അടുത്ത 29 ഇലക്ഷൻ ഉണ്ടാകുന്നതിൻ്റെ ഉറപ്പാണ്. കാരണം BJP പശ്ചിമ ബംഗാളിൽ നിന്നൊക്കെ തൃണമൂൽ കോൺഗ്രസ് എപ്പോഴും നിന്നൊക്കെ പോയി BJPക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ വെച്ചാൽ ഒറ്റ ദേശം ഒരു ഇലക്ഷൻ 29 പാർലമെൻറ്റ് ഒപ്പം നടക്കുകയാണെങ്കിൽ 3 വർഷം കഷ്ടമുള്ളൂ. അന്ന് ഇപ്പോൾ 31% പേര് BJP കിട്ടുന്നു, 33% CPM കിട്ടും, കോൺഗ്രസ് കിട്ടുകാരികൾ പറഞ്ഞിട്ടേ ഇല്ല. അത് പറ്റുമോ കള്ളത്തരം? അപ്പോൾ ഏതാണ്ട് കരുതി കൂട്ടി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ ചേർന്ന് അടുത്ത ഇലക്ഷനിൽ ഒന്നുകിൽ പ്രതിപക്ഷമാകും BJP, അല്ലെങ്കിൽ ഭരണത്തോടടുത്ത് വരും. അടുത്ത പിന്നെ 29 കഴിഞ്ഞ് പിന്നെ 5 വർഷം വരും. അപ്പോൾ 34, 36 വരെ 2 വർഷം മുൻപ് 34 BJP വരണം കേരളത്തിൽ പിടിച്ചെടുക്കും. അതിൽ എതിർക്കാൻ BJP ലീഗിനൊന്നും പറ്റുന്നില്ല. ഈ SDP എന്ന് കോലാഹലം കാണിച്ചാലൊന്നും ഒരു കാര്യം നടക്കില്ല. കാര്യങ്ങൾ മനസ്സിലാക്കണം. കമ്മ്യൂണിസ്റ്റ് അത്രയും ചെയ്യുള്ളൂ, കാര്യമത്രേ ഉള്ളൂ. അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത്, ഇപ്പോൾ വേറൊരു വലിയ പ്രശ്നം എത്തനോള്. ഈ ഇപ്പോഴത്തെ പെട്രോൾ പകരം എത്തനോൾ സംവിധാനം വരാൻ പോവാണ്. വില കുറച്ച് കിട്ടുന്നതാണ്. അത് ഒരുപിടി വണ്ടിക്ക് കേട് വരുന്നുണ്ട്, മൈലേജ് കുറയും, അങ്ങനെ ഒരുപിടി ആപത്തൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ അങ്ങ് അടിച്ചേൽപ്പിക്കുകയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും, 35 രൂപ കിട്ടുന്ന പെട്രോളാണ് ഈ 110 രൂപ കൊടുക്കുന്നത്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ് അനുകൂലം നിൽക്കുകയാണ്. 41-2 രൂപയോളം സ്റ്റേറ്റ് ഗവൺമെൻറ് വാങ്ങിക്കുന്നു, 20 അടുത്ത് കേന്ദ്ര ഗവൺമെൻറ്റും, പിന്നെ സർചാർജ് വേറി. ഈ നമ്മൾ നേപ്പാളിൽ കൊടുത്തിട്ടില്ല, അവിടെ അവർ 30-42 വിൽക്കുന്നത്. ഈ അതേ പെട്രോളാണ് നമുക്ക് 110 തരുന്നത്, അതേ ചെലവുള്ളൂ. അപ്പോൾ അനേരിക്കെതിരെ പൊരുതാൻ ആരുമില്ല. ഞാൻ എൻ്റെ പിന്നെ സ്നേഹമുള്ള സഭയുടെ ആൾക്കാരോടും പിന്നെ സന്യാസി ആർഷഭാരത സംസ്കാര സന്യാസി വര്യന്മാരോടും ഹിന്ദു നേതാക്കളോട് 1-2 കാര്യം സംശയം ചോദിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് അങ്കമാലി അടുത്ത് തൃശ്ശൂരിന് ഒരു രൂപതയിൽ നിന്ന് ഒരു അച്ഛൻ കിഴക്കമ്പലത്തിനിടെ ഒരു പെൺകുട്ടിയൊക്കെ ഇട്ട് വന്ന് അവിടെ അങ്ങനെ കാറ് കിടന്ന് അനങ്ങിയപ്പോൾ നാട്ടുകാർ കൂടി പ്രശ്നം ഉണ്ടാക്കി. അത് എന്ത് ചെയ്ത് പോലീസ് പിടിച്ച് എന്തോ കേസാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെ എതിർത്തുകൊണ്ട്, അങ്ങനെ കേസാക്കിയതിനെ എതിർത്തുകൊണ്ട് ഒരു അച്ഛനോ അല്ലെങ്കിൽ ക്രിസ്ത്യ സഭ ഒരാൾ വന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ലേ, അത് നീയും പാടില്ലോ. ശരിയാണ്, ഞാനും അതിൻ്റെ പറയുന്നത്. ഒരു സ്ത്രീയും പുരുഷനും ഇതിൽ ചെന്ന് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താ കുഴപ്പം? നിങ്ങളുടെ വീട്ടിലൊക്കെ അല്ലല്ലോ, നിങ്ങളുടെ വീടിൻ്റെ മുമ്പിലാണെങ്കിൽ ഓക്കെ. ഇത് എവിടെ കിടന്നുണ്ട്? പക്ഷെ അവിടെ ഒരു വശമുണ്ട് അച്ചായ. അതെ, നിങ്ങൾ ഇത് ഇങ്ങനെയുള്ള രീതി നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ ചോദ്യമൊന്നുമില്ല. അതിന് പറയുന്ന പിന്നെ സഭ്യതരായി എന്നൊക്കെ പറയില്ലേ, ആചാരം അല്ലെങ്കിൽ പിന്നെ സംസ്കാരം. ആ സംസ്കാരമാണ് ക്രിസ്ത്യൻ സമുദായം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ആർക്കും എവിടെ എപ്പോഴും വിജയിക്കുക എന്നുള്ള നിയമമെന്ന് പറയുന്നെങ്കിൽ അങ്ങനെ ബൈബിൾ പറയുന്നില്ല. നിങ്ങൾ വിചാരിക്കും പിന്നെ ഞങ്ങൾക്കൊന്നും പറയാനില്ല, അല്ലെങ്കിൽ എതിർകാൾക്കൊന്നും പറയാനില്ല. അതാ അച്ഛൻ എതിർത്തു. അച്ഛൻ അങ്ങനെ ചെയ്തതിന് എന്താ കുഴപ്പമൊന്നും ചോദിക്കുന്നത്, അതിനെന്താ ബഹളം ഉണ്ടാക്കുന്നത്? ഞാനത് തന്നെ പറയുന്നത്, എന്തിനാ ബഹളം ഉണ്ടാക്കുന്നത് റേറ്റല്ലേ. പക്ഷേ ഞങ്ങളുടെ കൾച്ചർ നിങ്ങൾ സമ്മതിക്കണം. യൂറോപ്യൻ കൾച്ചറിനെയാണ് ഇപ്പോൾ എവിടെയും ബന്ധപ്പെടാറുള്ളൂ. അതുപോലെ ഞങ്ങൾ കൾച്ചർ അതിനോട് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. മറ്റൊന്ന്, എന്തൊക്കെ പറഞ്ഞാലും തുണിയില്ലാതെ ഒരു നല്ല ആരോഗ്യവശം ഏതാണ്ട് നല്ല മസിലുള്ളതിൽ നല്ല എന്താ പറയുക, ഈ സിനിമയിലൊക്കെ വന്നില്ലേ ആണുങ്ങളിൽ ഇപ്പോൾ ഇത്ര ഡ്രൈ ആയിപ്പോയെന്ന് ചോദിക്കുമ്പോൾ പെണ്ണുങ്ങൾ നടിമാതി വയ്ക്കുന്നത് പറ്റിയ ആണുങ്ങളൊന്നും ഇല്ലെങ്കിൽ ഡ്രൈ ആയിപ്പോയെന്ന ഒരു ഭാഷ. അതുപോലെ ഇത്ര നല്ല ഡ്രൈ ഒന്നുമല്ല, ആൾ നല്ല സ്മൂത്താണ്. നഗ്നമായിട്ട് ഒരു ഇഞ്ച് കണ്ട് ശീല തെറ്റിപ്പോകുന്ന പെൺകുട്ടികൾ സ്ത്രീകൾക്ക് വന്ന് അദ്ദേഹത്തെ കണ്ട് ആശംസയെന്ന് ഇങ്ങനെ കലക്കി മനക്കോട് നിന്ന് സമൂഹം കൊടുക്കുന്നത് എൻ്റെ ക്രിസ്ത്യൻസ് അല്ല ഹിന്ദു സമുദായം. സാർഷഭാരത സംസ്കാരത്തിലെ സന്യാസിമാർ, നിങ്ങൾക്കത് കണ്ടിട്ടൊന്നും ഒരു കുറ്റവും പറയല്ലേ. നിങ്ങൾ ജിഹാദ് അന്വേഷിച്ചും ബാബരി മസ്ജിദ് പൊളിക്കാനൊക്കെ എത്രയോ കാര്യങ്ങൾ നടക്കുന്നത്, എത്ര മുസ്ലിങ്ങൾ നിങ്ങൾ തല്ലിക്കൊല്ലുന്നുണ്ട് അകാരണമായിട്ട്. അതൊക്കെ ചെയ്യട്ടെ, നിങ്ങൾക്ക് സംതൃപ്തി കിട്ടുമെങ്കിൽ അത് ചെയ്യട്ടെ. പക്ഷേ ഇത് നിങ്ങൾക്ക് ഒന്നുമില്ലേ? അത് ഈ കൊച്ചു കേരളത്തിൽ കണ്ണൂരെടുത്ത്
നഗ്നവാദ നഗ്നവാദികൾ താമസിക്കുന്ന ഒരു മേഖലയുണ്ട് 10-50 ഏക്കറിനകത്താട്ടെ. പക്ഷെ അത് ആ കോമ്പൗണ്ടിനകത്താണ്, അവരും അത് വേറെ പബ്ലിക്കല്ല. ഇത് പബ്ലിക്കിന് ആയിരക്കണക്കിന് കൂട്ടി യോഗത്താണ് ഈ മനുഷ്യൻ തുണിയിലവാനും പോലീസ് കാവൽ നിൽക്കുന്നു. എന്താണ് ഇതാണോ നമ്മൾ ഹാർഷഭാരത് എന്ന് പറഞ്ഞത്? ഇതാണ് നിങ്ങൾ ഹാർഷഭാരത് സംസ്കാരം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് പരാതിയില്ല. അച്ഛന്മാരോട് ഒരാളെന്തിനാ പറഞ്ഞത്? ആണും പെണ്ണും എവിടെയും ബന്ധപ്പെട്ട് എന്താ കുഴപ്പം? നിങ്ങൾ ചോദിക്കണമെന്ന് ചോദിൽ അതാണ് ക്രിസ്ത്യൻ സംസ്കാരമെങ്കിൽ പിന്നെ അവിടെ ചോദ്യമില്ല. അപ്പോൾ അതല്ല ക്രിസ്ത്യൻ സംസ്കാരമെങ്കിൽ, ബൈബിൾ സംസ്കാരമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ മാന്യ കൽപ്പിച്ച് ഒന്ന് ഒതുങ്ങി പ്രൈവറ്റായിട്ട് ഏത് വീട്ടിലോ ഈ ലോഡ്ജിലോ ഇപ്പോൾ വായനോട്ട് ലോഡ്ജ് കിട്ടും നടത്താം. ഈ കാറിലിട്ട് പണിയേണ്ടുന്ന ആവശ്യമില്ല. അതൊക്കെ അല്ലാത്ത കമിതാക്കളൊക്കെ പോകുന്നുണ്ട്, കാത്തിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്. അച്ഛനൊക്കെ പക്കത്തിൽ ട്രെയിനിങ് കഴിഞ്ഞല്ലേ, സമയമില്ലായിക്കൊന്നുമല്ലോ, കുറച്ചുകൂടെയൊക്കെ ക്ഷമിക്കാമല്ലോ. അങ്ങനെ കാട്ടി അത് തന്നെ ഈ തുണിയിലടക്ക സന്യാസം എടുക്കും. പണ്ട് ഇന്ദിരാഗാന്ധി കാലത്ത് ആയിരക്കണക്കിന് തുണി നഗ്ന സന്യാസിമാർ പാർലമെൻറ്റ് സമരം നടത്തി. ഒരു റൗണ്ടായിട്ട് നടത്തിയപ്പോൾ പിന്നെ പോലീസ് ഇടപെടുക അത് ചെയ്ത്. അതൊക്കെ ഇന്ത്യയിൽ കാര്യപ്പെടുന്നത്. ഇന്ദിരാഗാന്ധി എന്ന ഒരു പെണ്ണ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ നടന്ന സംഭവം പറഞ്ഞത്. അങ്ങനെ അതൊന്നും ഒരു കുറ്റം കാണുന്നില്ല. അപ്പോൾ എന്ത് സംസ്കാരമാണ്? എന്താണ് ഹാർഷഭാരത് സംസ്കാരം എന്ന് നമ്മൾ അഭിമാനം കൊള്ളാം. ഞാനൊക്കെ അഭിമാനം കൊള്ളാണ്. അല്ലെങ്കിൽ സനാതന സംസ്കാരം ഞാനൊക്കെ അഭിമാനം കൊള്ളാം. എന്താണ് ഈ സനാതന സംസ്കാരം? അത് നിങ്ങൾ നോക്കണ്ടേ? വെറുതെ നമ്മൾ അന്ധമായിട്ട് അനുകൂലിച്ചാൽ മതിയോ എതിർത്താൽ മതിയോ? ഞാനിതൊന്നും ആചാര്യനെ എതിർക്കുന്നില്ല, വിശ്വാസം എതിർക്കുന്നില്ല, ഹിന്ദു സമുദായത്തെ ക്രിസ്ത്യൻ സമുദായം ഒന്നും നമ്മൾ എതിർക്കില്ല. ഇതാണ് നിങ്ങളുടെ സംസ്കാരം എന്ന് പരസ്യമായിട്ട് പറയുകയാണെങ്കിൽ പിന്നെ അവിടെ ചോദ്യമില്ല. അല്ലെങ്കിൽ ആരെങ്കിലും ചോദിച്ച കുറ്റം പറയാൻ പറ്റില്ല. അപ്പം അതങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ ഏതായാലും നമ്മുടെ കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കി മുന്നോട്ട് പോകണം. പിന്നെ സമരഘട്ടം ഭരണം കിട്ടിയിട്ട് 1 മാസം കഴിയുന്നുള്ളൂ. അപ്പോഴേക്കും BJPക്കാർ നിരന്തരമായി സമരമായി. ഇത്തങ്ങനെ ഒരേ കിട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആളെക്കൂട്ട സമരമായി. ഇതിടയൊക്കെ ഇട്ട് സതീശൻ സാറിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ഇടക്കെട്ടും അദ്ദേഹം നല്ലോണം വെള്ളം കുടിക്കും. ഗ്രൂപ്പിൽ ഒരു വിഭാഗം നല്ല ശതമാനം മാറ്റാൻ താഴെ ശ്രമിക്കുന്നു, പുറത്ത് ഇങ്ങനെ ചെയ്യുന്നു. ഒരു കാര്യം ഇപ്പം ഞാൻ നിർത്താം. അത് മറ്റൊന്നുമല്ല, ഞാൻ മന്ത്രിയുടെ പേരുമല്ല, തിരുവനന്തപുരത്ത് ഒരു ഉദ്ഘാടന സദസ്സിൽ വെച്ചു. ഇപ്പം അത്ര ചൂടുണ്ടോ മഴയല്ലേ എനിക്കറിയില്ല. സ്റ്റേജ് വെച്ച് വേർത്തിട്ട് ഷാളണിച്ചത് ത്രിവർണ്ണ പതാകയുടെ രൂപമൊക്കെയാണെന്നുള്ള കോൺഗ്രസ്സുകാർ പറഞ്ഞത്. കോൺഗ്രസ്സുകാർ ഷാളണിച്ച് അത് മടക്കി ചുരുട്ടി മുഖം തൊടുക്കുകയും വേർപ്പ് തൊടുക്കുകയും ഒക്കെ ചെയ്തൊരു മന്ത്രി ചെയ്ത്. ഞാൻ മന്ത്രിയുടെ പേരൊന്നും പറഞ്ഞില്ല, അദ്ദേഹം കരുതി കൂടി ചെയ്തുമല്ല. അപ്പോൾ അതാണ് ബിഹേവിയർ ആൻഡ് കോണ്ടാക്ട്, പെരുമാറ്റവും സ്വഭാവവും നന്നായില്ലെങ്കിൽ മന്ത്രിയല്ല ദൈവമായിട്ട് കാര്യമില്ല. അപ്പോൾ മന്ത്രിമാരൊക്കെ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. നിങ്ങൾക്ക് അവിടെ തുടക്കത്തിൽ ടിഷ്യൂ പേപ്പർ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ സെക്യൂരിറ്റി അല്ലെങ്കിൽ പോലീസുകാരുടെ അല്ലാതെ സ്റ്റാഫില്ലേ ആയിട്ട് ടിഷ്യൂ പേപ്പർ കൊണ്ടുപോകണം. എന്താ കുഴപ്പം? അല്ലെങ്കിൽ അത് ചെയ്തപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒന്ന് കൈ കാണിക്കായിരുന്നു. ചെയ്യില്ലേ? മുഖ്യമന്ത്രി ഒന്ന് മോശമായിട്ട് നോക്കി. പക്ഷേ ഇത് നമ്മൾ എന്ത് ചെയ്താലും കണ്ടുകൊണ്ടിരിക്കുന്ന ലൈവാണ്, വേൾഡ് മുഴുവൻ പോവാണ്. അങ്ങനെ ആവർത്തിക്കില്ലേ? ഞാൻ ആ മന്ത്രി കുറ്റപ്പെടുത്തല, കാരണം കുറ്റപ്പെടുത്താൻ മാത്രമുള്ള കുഴപ്പം അദ്ദേഹം വളരെ മാന്യനാണ്, നല്ലവനാണ്, വേറെ അലമ്പൊന്നുമില്ല. അവിടെ നിങ്ങളിൽ നിന്ന് ആൾക്കാർ കുറച്ചുകൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. അതനുസരിച്ച് നിങ്ങൾ കുറച്ചുകൂടി ഉയർന്ന ചിന്ത വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.